എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു സ്ലാക്ക് ഷർട്ടിന്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കാം. ലെങ്ത് 27 ഇഞ്ചാണ്, ചെസ്റ്റ് 40 ഇഞ്ചാണ്, ഷോൾഡർ 19 ഇഞ്ചാണ്, സ്ലീവ് ലെങ്ത് 9 ഇഞ്ചാണ്, സ്ലീവ് ലൂസ് 17 ഇഞ്ചാണ്, ബോഡി ലൂസ് 11.25 ഇഞ്ചാണ്, നെക്ക് 16 ഇഞ്ചാണ്. ഇത് നമ്മൾ ഷർട്ട് ഇട്ടിട്ട് എടുത്ത അളവാണ്. ഇതാണ് ഇതിന്റെ ഷർട്ട് എന്ന് വയ്ക്കുക. അപ്പൊ ഇതില് ഈ 40 ഇഞ്ച് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ട് എടുത്ത ചെസ്റ്റ് ആണ്. അതുപോലെ 16 കഴുത്തിന്റെ ചുറ്റളവാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സ്ലീവ് ലൂസ് ആണ്. സ്ലീവ് ലൂസ് എന്ന് പറയുമ്പോൾ അതായത് ഇത് ആം ഹോൾ ആണ്. ഈ അളവല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. റിഗാൾഡറിന്റെ ഇവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുന്ന അളവാണ് സ്ലീവ് ലൂസ്. ഷർട്ട് ഇട്ടിട്ട് എടുത്ത അളവാണ് ഈ സ്ലീവ് ലൂസ്. അതുപോലെ ബോഡി ലൂസ് എന്ന് പറയുന്നത് 11.25 ഇഞ്ച്. അത് നമ്മൾ ഇത് കാജാപ്പട്ടിയാണ്. കാജാപ്പട്ടിന്ന് ഇവിടെ നിന്ന് ഈ ആം ഹോളിന്റെ ഇതുവരെ എടുക്കുന്ന അളവാണ് ഈ 11.25. നമുക്കിത് റെഡിയാണ് വരേണ്ടത്. അപ്പൊ തയ്യത്തുമ്പ് നമ്മളിത് എക്സ്ട്രാ ഇടും. അതുപോലെ ബോട്ടത്തിന്റെ ഇതുപോലെ റൗണ്ട് അല്ല കൊടുക്കുന്നത്, നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുക്കുക. അതാണ് നമ്മൾ സ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കട്ടിങ് കാണാം. അപ്പൊ ഇതിൽ 2.25 മീറ്റർ തുണിയാണുള്ളത്. ഇതിങ്ങനെ നിവർത്തിയിടുക. ഇതിങ്ങനെ ഈ കരഭാഗം രണ്ടും കൂടെ ചേർത്തിടുക. പടിക്ക് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് ഈ വൈറ്റ് നമുക്ക് വെട്ടി ഒഴിവാക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് നേരെ വരയ്ക്കാം. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. പിന്നെ ഇതിന്റെ ഷോൾഡർ ഡൗൺ 2 ഇഞ്ച് കൊടുക്കാം. ഇതിന്റെ ഇറക്കം 27 ഇഞ്ചാണ്. അപ്പൊ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 27.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് നമ്മൾ ബോട്ടം മടക്കിയടിക്കാൻ കൊടുക്കുന്നുണ്ട്. അതായത് 3/4 ഇഞ്ച് വീതിയിൽ ഡബിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിന്റെ സ്ലീവ് ലൂസ് വന്നിട്ട് 17.5 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പാതി 8.25 ഇഞ്ചാണ് നമ്മൾ ആം ഹോളിന് കൊടുക്കുന്നത്. ഇത് നേരെ വരച്ചെടുക്കാം. ഇത് കുറച്ച് വയറുള്ള ആളായതുകൊണ്ട് നമ്മളിവിടെ ഷേപ്പ് കൊടുക്കുന്നില്ല. അപ്പൊ അത് മാർക്കിംഗ് ആവശ്യമില്ല. ഇതിന്റെ ബോഡി ലൂസ് 11.25 ഇഞ്ചാണ്. അത് കൂടെ ഒരു 3/4 ഇഞ്ച് കൂട്ടിയിടുക. 12 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ഡബിൾ തൈലാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് 12.25 ഇഞ്ച് ഇട്ടാൽ മതി, 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടാൽ മതി. ഇത് നമ്മൾ 3/4 ഇഞ്ചാണ് ഇടുന്നത്. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഇതിന്റെ നെക്ക് 16 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ 5-1 ഏകദേശം 3.25 ഇഞ്ച് വരും. അത് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടൊരു 2.25 ഇഞ്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വരച്ചെടുക്കുക. ഷോൾഡർ 19 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പാതി 9.5 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആം ഹോൾ വരച്ചെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ ബാക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് ലൂസ് 11.25 ഇഞ്ചാണ്. നമ്മളത് കൂടെ 3/4 ഇഞ്ച് കൂടെ ചേർത്തിട്ട് 12 ഇഞ്ച് ഇട്ടു. ഇതൊന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യാം. അപ്പൊ 11.5. ഈ 11.5 നമ്മൾ ബാക്കിൽ വെക്കേണ്ടത്. അപ്പൊ ഈ 11.5 ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് മടക്കി എടുക്കുക.
അതിനുശേഷം ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത ഈ മാർക്കിന് നേരെ ഈ ലൈനിൽ വയ്ക്കുക. ഇവിടെ ഇതിനൊപ്പം വയ്ക്കുക. അതിനുശേഷം ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം. നേരത്തെ ഇട്ടത് 9.5 അരഞ്ച് ചേർത്ത് 10 ഇഞ്ചാണ് ഇട്ടത്. ഇവിടെ ഒരു 4 ഇഞ്ച് കുറച്ചിട്ട് 9.25 ഇഞ്ച് ഇട്ടാൽ മതി. ഇതേപോലെ ആം ഹോൾ ബാക്ക് ആം ഹോൾ വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ടും ബാക്കും ആയി. ഇനി വൈറ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഫ്രണ്ടും ബാക്കും വയ്ക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഒരു ഇഞ്ചിന്റെ വ്യത്യാസം വരും ഇവിടെ. അതായത് നമ്മൾ ഓവർലോക്ക് അടിക്കുകയാണെങ്കിൽ 1/2 ഇഞ്ചിന്റെ ഒരു പോയിന്റ് വരെയൊക്കെ വ്യത്യാസം വരുള്ളൂ. ഇത് 1 ഇഞ്ചിന്റെ വ്യത്യാസം വരും. ഇവിടെ നമ്മൾ ഇത് ബാക്ക് പീസാണ്, ഇത് ഫ്രണ്ട് പീസാണ്. ഇതിങ്ങനെ വെച്ചിട്ട് 4 ഇഞ്ച് ഇതിലേക്ക് മടക്കി അടിക്കും. അതിനുശേഷം ഒന്നുകൂടെ മടക്കി അടിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ സൈഡ് അടിക്കുക. അപ്പൊ ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇപ്പൊ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ലൂസ് കിട്ടില്ല. അതെങ്ങനെ എടുക്കുമ്പോൾ 17 ഇഞ്ച് കിട്ടില്ല. ഇത് 36 ഇഞ്ച് വീതിയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ എടുക്കാം. തിരിച്ചിങ്ങനെ മടക്കാം. സ്ലീവ് ലൂസ് 17 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പാതി 8.25 ഇഞ്ച് വരും. 8.25 അരഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 9.25 ഇഞ്ചിൽ ഇതുപോലെ മടക്കി എടുക്കുക. അതിനുശേഷം 2 ഇഞ്ചാണ് നമ്മൾ സ്ലീവ് മൗത്ത് അടിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അത് 1.25 ഇഞ്ച് വീതിയാണ് വരിക. ഇത് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ഒന്നുകൂടെ മടക്കുക. അപ്പോൾ ഇവിടെ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കും. അയൺ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിരിക്കും. അതിനുശേഷം സ്ലീവിന്റെ ഇറക്കം 9.5 ഇഞ്ചാണ്. 1 ഇഞ്ച് ചേർത്തിട്ട് 10.5 ഇഞ്ച് കൊടുക്കാം. ഈ 10.5 ഇഞ്ച് കൊടുക്കുന്നത് നമ്മൾ സ്ലീവ് ഡബിൾ തയ്യലാണ്, മടക്കി അടിക്കുന്നതുകൊണ്ടാണ്. ഇത് തന്നെ ഒന്നുകൂടെ മടക്കി അടിക്കും. നമ്മൾ ഓവർലോക്ക് അടിക്കുകയാണെങ്കിൽ 1/2 ഇഞ്ച് കൂടുതൽ കൊടുത്താൽ മതി. ഇത് 1 ഇഞ്ചാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇനി ഇവിടെ കുഴിച്ചെടുക്കുന്നത്, അപ്പൊ ഇത് ഷർട്ടിന്റെ ചെസ്റ്റ് 40 ഇഞ്ചാണ്. ഈ ചെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ആം ഹോൾ കുഴിച്ചെടുക്കുന്നത്. അപ്പൊ ഈ 40ന്റെ 8-1 ഭാഗം, അപ്പോ 5 ഇഞ്ച് വരും. 5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ 17 ഇഞ്ചിന്റെ പാതി 8.25, അരഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 9.25. ഇവിടെ സ്ലീവ് മൗത്ത് 1 ഇഞ്ച് കുറച്ചാൽ മതി. ഈ 9.25 1 ഇഞ്ച് കുറച്ചിട്ട് 8.25 വെക്കാം. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിതിന്റെ ആം ഹോൾ ഇങ്ങനെ തന്നെ വരയ്ക്കാം. ഇതുപോലെ ഒരു അരഞ്ച് കുഴിച്ചെടുക്കുക. ഇവിടെ നിന്ന് ഒരു അരഞ്ച് ഗ്യാപ്പിൽ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തരുത്. ഇവിടെ ഇതുവരേക്കും നമ്മൾ കുഴിച്ചെടുത്താൽ മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ ഷോൾഡർ കട്ട് ചെയ്യാം. അത് ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആക്കാം. ഇത് 19 ഇഞ്ചാണ് ഷോൾഡർ. അപ്പൊ അതിന്റെ പാതി 9.5, ഒരു അരഞ്ച് തയ്യത്തുമ്പും കൂടെ വേണം. 10 ഇഞ്ചിൽ ഇതുപോലെ മടക്കി എടുക്കുക. അതിനുശേഷം 6 ഇഞ്ച് ഹൈറ്റ് കൊടുക്കുക. അതിനുശേഷം ഇങ്ങോട്ട് 2 ഇഞ്ച് ഡൗണ്,
ഷോൾഡർ 10 ഇഞ്ചാണ് പറഞ്ഞത്. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ 1/4 ഇഞ്ച് കുറച്ച് 9.25 മാർക്ക് ചെയ്യുക. നെക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ 3.25. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഷോൾഡർ കട്ട് ചെയ്യുക. ഇതുപോലെ ഒരെണ്ണം കൂടെ കട്ട് ചെയ്യണം, നമുക്ക് കവർ ചെയ്യുന്ന. എനിക്കുള്ള കോളർ കട്ട് ചെയ്യാം. ഇത് പശയുള്ള ഭാഗമാണ്. ഇതിങ്ങനെ മടക്കിയിട്ട് എടുക്കുക. അതിനുശേഷം ഇതുപോലെ പാറ്റേൺ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഈ പാറ്റേൺ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇതിൽ വന്നിട്ട് 16 ഇഞ്ചാണ്. അപ്പൊ ഇതിൽ 16 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 13, 13.5, 14, 14, അതായത് 1/4 ഇഞ്ച് ഡിഫറൻസിൽ ഇത് 16, 17 ഇഞ്ച് വരെ ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുക ഈ മടക്കിയ ഭാഗത്ത്. എന്നിട്ട് ഇതുപോലെ ബൈൻഡ് വരച്ചെടുക്കുക. ഇത് കോളർ ഇത് ഇങ്ങനെ ഉള്ള ഇതാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കോളറാണ്. അപ്പൊ ഇത് കുറച്ച് നമുക്ക് കോളർ പോയിന്റ് വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് തിരിച്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യാണ്. ആദ്യം ഇത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം അത് തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ കോളർ പോയിന്റ് എടുക്കാം. 16 ഇഞ്ച്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കോളർ പോയിന്റ് ആവശ്യമുള്ളത് വെക്കാം. ഇതിപ്പോൾ 2.25 ഉണ്ടാവുള്ളൂ. 2.5, 3 ഇഞ്ച് വരെയൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെക്കാം. ഇനി ഇതിന്റെ ഇവിടെ സെന്റർ മാർക്ക് ചെയ്യാം. ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് തുണിയിൽ ഒട്ടിക്കുമ്പോൾ ഇതിങ്ങനെയാണ് വരിക. ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യത്തുമ്പ് ഇടണം. വന്നിട്ട് ബൈൻഡിലേക്കുള്ള തയ്യത്തുമ്പാണ്. കോളറിൽ തയ്യത്തുമ്പ് ഇത് തന്നെയാണ് വരിക. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.